ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കും. ഒരുമിച്ച് പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഇന്ന് രാത്രിയിൽ കർത്താവ് സഹായിക്കട്ടെ. തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായി പ്രിയവൈദ്യനെ സ്വാഗതം ചെയ്യും. ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് രാത്രി വീണ്ടും ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. ഒരുമിച്ച് കർത്താവിനെ സ്തുതിപ്പാൻ അല്പസമയം ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിപ്പാനൊക്കെ ദൈവം ഒരു അവസരങ്ങൾ നൽകിയത് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ പാടി മഹത്വപ്പെടുത്താം. നമ്മുടെ കർത്താവ് ആരാധനയ്ക്ക് യോഗ്യനാണ്, സ്തുതികളിന്മേൽ അധിവസിക്കുന്നവനാണ്. ഹല്ലേലൂയ, ആമേൻ. തിരുവചനത്തിൽ കാണുവാൻ നമുക്ക് കഴിയുന്ന സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയാം: എന്റെ ദൈവമായ രാജാവേ, ഞാൻ നിന്നെ പുകഴ്ത്തും, ഞാൻ നിന്റെ നാമത്തെ എന്നേക്കും പുകഴ്ത്തും, നാൾതോറും ഞാൻ നിന്നെ വാഴ്ത്തും, ഞാൻ നിന്റെ നാമത്തെ എന്നേക്കും സ്തുതിക്കും. യഹോവ വലിയവനും അത്യന്തം സുസ്ഥിരമാകുന്നു, അവന്റെ മഹിമ അഗോചരമത്രേ. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർക്ക് പറയാൻ കഴിയും? നാൾതോറും ഞാൻ എൻ്റെ കർത്താവിനെ വാഴ്ത്തും, അല്ലെ ഞാൻ എൻ്റെ കർത്താവിന്റെ നാമത്തെ എന്നേക്കും ഉയർത്തും. ഹല്ലേലൂയ. എത്ര പേർക്ക് ഉറപ്പോടെ പറയാൻ കഴിയും? ഏത് അവസ്ഥ എൻ്റെ ജീവിതത്തിൽ വന്നാലും ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കും. ഹല്ലേലൂയ. ആമേ. കാരാഗ്രഹമായിക്കോട്ടെ, ആമേൻ, ഹല്ലേലൂയ, തീച്ചൂളയുടെ അവസ്ഥകളായിക്കോട്ടെ, ഏത് അവസ്ഥ എൻ്റെ ജീവിതത്തിൽ വന്നാലും ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു. സാഹചര്യം നോക്കിയാൽ നമുക്ക് ഒരിക്കലും ആരാധിക്കാൻ കഴിയത്തില്ല. എന്നാൽ സാഹചര്യം മറന്ന് ആരാധിച്ചാൽ കർത്താവിന്റെ വിടുതൽ നമുക്ക് കാണുവാൻ കഴിയും. നമുക്കറിയാം, പൗലോസും ശീലാസും കാരാഗ്രഹത്തിലായിരിക്കുന്നപ്പോൾ അവർ സാഹചര്യം നോക്കിയില്ല. സാഹചര്യം നോക്കാതെ അവർ ദൈവത്തെ പാടി സ്തുതിച്ചത് കൊണ്ട് അവർ അത്ഭുതകരമായി പുറത്തു വന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിലും ആമേൻ, സ്തോത്രം എല്ലാം മറന്ന് നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ കർത്താവിനെ ഏൽപ്പിക്കുന്ന കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കണം. അങ്ങനെയെങ്കിൽ സ്തോത്രത്തോടെ ഏത് ഭാരമാണ് നമ്മളെ അലട്ടുന്നത്, വേദനയാണോ, പ്രയാസമാണ്, രാത്രി സ്തോത്രത്തോടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. കർത്താവിന്റെ നാമത്തെ നാം ഉയർത്തുമ്പോൾ അതിന്റെ വിടുതൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ ഇടയായി തീരും. ഹല്ലേലൂയ. സന്തോഷത്തോടെ കർത്താവിന്റെ സന്നിധിയിലായിരിക്കും, പ്രത്യാശയോടെ കർത്താവിന്റെ സന്നിധിയിലായിരിക്കും. നമുക്ക് ഒരുമിച്ച് പാടി കർത്താവിനെ സ്തുതിക്കാം. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. പാട്ടുകാരൻ ഇപ്രകാരം പറയുന്നു: കരുണയിൽ കരത്താൽ നീ താങ്ങുന്നവൻ, പുതുവഴി ഒരുക്കി നീ കരുതുന്നവൻ, ദുഃഖത്തിൻ വേളയിൽ കൈവിടാത്തവൻ, വീഴാതെ എന്നെന്നും താങ്ങുന്നവൻ. ഹല്ലേലൂയ. ഒരു പ്രയാസം വരുമ്പോൾ നമ്മുടെ കൈവിട്ടുകളെ ദൈവത്തെ എല്ലാം നാം സ്തുതിക്കുന്നത് നമ്മളോട് കൂടെ ഇരിക്കുന്ന കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാണ്. അവൻ ഇന്ന് രാത്രി അവൻ നമ്മളെ കൈവിടത്തില്ല. പുതുവഴികൾ നമുക്ക് വേണ്ടി തുറന്നു തരും. വീണു പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. ഏൽപ്പിച്ചു കൊടുത്താൽ എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിലേക്ക് അടച്ചാൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ പാടി ആരാധിക്കാം.
നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ കർത്താവ് യാവയായി, റാഫയായി, ഈരയായി ഹല്ലേലൂയ നമ്മുടെ മധ്യത്തിൽ വെളിപ്പെടും. ഹല്ലേലൂയ. നമ്മൾ സർവശക്തനായ കർത്താവിനെ നാം സ്തുതിക്കുന്നത്. ആമേൻ. സ്തോത്രം. നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരുവാൻ നമ്മുടെ കർത്താവ് ശക്തനാണ്. എത്ര പേർക്ക് ഉറപ്പോടെ പറയാൻ കഴിയും, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി സകലതും ഒരുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഞാൻ ഭാരപ്പെടുവാൻ, ഞാൻ തകർന്നു പോവാൻ, തളർന്നു പോവാൻ എൻ്റെ കർത്താവ് സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. ഇന്നലെ രാത്രി കാണാൻ ഉറപ്പോടെയാണ് കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്നെങ്കിൽ ഈ ദിവസങ്ങളിൽ നമ്മൾ അത്ഭുത വഴികളെ കാണും. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഹല്ലേലൂയ. കർത്താവിനെ സ്തുതിക്കുന്ന നാം ലജ്ജിച്ചു പോകത്തില്ല. ഹല്ലേലൂയ. ആമേൻ. പാട്ടുകാരൻ ഇപ്രകാരം പറയുന്നു, കാലുകൾ ഏറെക്കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്ന് നനച്ചു, പക്ഷെ എൻ്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാൻ ഇട വന്നില്ല. ഹല്ലേലൂയ. പല പല സന്ദർഭങ്ങളിലും നമ്മൾ തകർന്നു പോകേണ്ട സാഹചര്യം വന്നാൽ അവിടെയൊന്നും തകർന്നു പോകാതിരുന്നത് കർത്താവിന്റെ കൃപയൊന്നു മാത്രമാണ്. ഹല്ലേലൂയ. നമ്മളെ ഉറപ്പോടെ നിർത്തിയത്, നമ്മുടെ ബലത്തോടെ നിർത്തിയത് നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് ആ ഉറപ്പുണ്ട്? ഹല്ലേലൂയ. അതുകൊണ്ട് ആരാധിക്കുവാൻ നമുക്ക് അനേക കാരണങ്ങളുണ്ട്. കർത്താവ് ചെയ്തത് ഓർത്താൽ, കർത്താവ് നമ്മളെ നടത്തിയത് ഓർത്താൽ ദൈവസന്നിധിയിൽ നമുക്ക് മൗനമായിരിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ രാത്രി കർത്താവ് ചെയ്തത് ഓർത്ത് നന്ദിയോടെ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാം. എല്ലാ കരങ്ങളും ചേർത്തടിച്ച് ഒരുമിച്ച് രാത്രി നമുക്ക് ഒരുമിച്ച് കർത്താവിനെ പാടി സ്തുതിക്കാം.
ജീവിക്കാനും കൂടാൻ പ്രതിജ്ഞ എന്തും ചെയ്തു. ആര് വെറുക്കാനും ആര് ചെറുക്കാനും കാര്യമില്ലെന്നുള്ളം ചൊല്ലുന്നു. കൂടെ വാരിപ്പാനും കൂടെ ജീവിക്കാനും കൂടാൻ പ്രതിജ്ഞ എന്തും ചെയ്തു. കൂട്ടത്തോടെ വിട്ടുപോയെന്നാലും കൂട്ടായേശു എനിക്കുള്ളതാനന്ദം. എനിക്കെന്താനന്ദം
കണ്ണുകളും ദൈവസന്നിധിയിലേക്ക് അടച്ചാട്ടെ. കരുണയുള്ള ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഇന്ന് രാത്രി ഒരുമിച്ച് കർത്താവിനെ സ്തുതിപ്പാൻ, പാടി മഹത്വപ്പെടുത്തുവാൻ, ആരാധിക്കുവാൻ ഒരവസരം കൂടെ കർത്താവ് ഞങ്ങൾക്ക് നൽകിയത് ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അവൻ കർത്താവ് ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നത് ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളെ നടത്തുന്നതിനായി നന്ദി പറയുന്നു. ഞങ്ങൾക്ക് വേണ്ടി കരുതിയതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളെ ഇന്ന് പകൽക്കാലം രാത്രിക്കാലം ഞങ്ങളെ മുഴുവനായി കർത്താവിന്റെ സന്നിധിയിലേക്ക് ഏൽപ്പിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹവും വിടുതലുമായി തീരട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. അഭിഷിക്തൻ ഇന്ന് രാത്രി കർത്താവ് ശക്തമായിട്ട് ഉപയോഗിക്കുമറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന ഓരോ ദൈവമക്കളോട് കർത്താവ് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ മീറ്റിംഗുകളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരട്ടെന്ന് പ്രാർത്ഥിക്കും. പ്രത്യേക ലീഡ് ചെയ്യുന്ന ദൈവദാസത്തെ ഏൽപ്പിക്കുന്നു. കർത്താവ് ബലപ്പെടുത്തണം, ശക്തിപ്പെടുത്തണം. കർത്താവിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ മുഴുവനെ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. താങ്ക് യു ജിറ്റി സിസ്റ്റർ.